എവ്രി വൺ, നമുക്ക് ഇന്ത്യൻ ഹിസ്റ്ററി 2-ലെ ചാപ്റ്റർ 4 ആയിട്ടുള്ള റിലീജിയസ് ഐഡിയാസ്, എക്കോണമി ആൻഡ് കൾച്ചറൽ കോൺട്രിബ്യൂഷൻസ് ഇൻ മെഡീവൽ ഇന്ത്യനെ കുറിച്ചിട്ടാണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ ഓൾറെഡി 3 ചാപ്റ്റേഴ്സ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ 4th ചാപ്റ്റർ എന്ന് പറയുന്നത് കുറച്ച് ഭക്തി മൂവ്മെൻറ്റ്സ്, സൂഫിസം, അതുപോലെ തന്നെ മെഡീവൽ എക്കോണമിയുടെ കൾച്ചറൽ കോൺട്രിബ്യൂഷൻസ് എന്തൊക്കെയാണ്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ് നമുക്കിതിനകത്ത് പഠിക്കാനുള്ളൂ. സോ നമുക്കറിയാം ഈ ഒരു മെഡീവൽ ഇന്ത്യ, അപ്പോൾ ഈ ഒരു മധ്യകാല സമൂഹം എങ്ങനെ വികസിച്ചു എന്ന് നമുക്ക് ഈ ഒരു അധ്യായത്തിലൂടെയാണ് പരിശോധിക്കാൻ വേണ്ടി കഴിയും. ഹിന്ദുമതത്തിൽ ഭക്തി എന്ന് പറയുന്ന ഒരു പ്രത്യേക മതപ്രസ്ഥാനത്തിൻ്റെ ഉദയത്തെക്കുറിച്ചിട്ടാണ് ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ പറയുന്നത്. ഈ ഒരു പ്രസ്ഥാനം, അതായത് ഈ ഒരു ഭക്തി പ്രസ്ഥാനം എന്ന് പറയുന്നത് രാജ്യത്തിലുടനീളം വ്യാപിക്കുകയും വിശ്വാസങ്ങൾ, സാഹിത്യം, സംസ്കാരം ഇതിലൊക്കെ തന്നെ വലിയൊരു സ്വാധീനം ചെലുത്തുകയും ചെയ്തിട്ടുണ്ട്. ദൈവവും അതുപോലെ തന്നെ മനുഷ്യരും തമ്മിലുള്ള ഒരു ബന്ധത്തെ ആളുകൾ എങ്ങനെ കാണുന്നു എന്നും അതുപോലെ ജാതി വ്യവസ്ഥയെ ചോദ്യം ചെയ്തത് എങ്ങനെയെന്നും ഒക്കെ തന്നെ ഒരു കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു ഭക്തി മൂവ്മെൻറ്റിനകത്ത് നമ്മൾ പറയുന്നത്. സോ പ്രാദേശികമായിട്ടുള്ളൊരു സാഹിത്യത്തെ കുറച്ചുകൂടി ജനപ്രിയമാക്കുകയും അതേസമയം മറ്റ് വിവിധ മതങ്ങളുടെ സമാധാനപരമായിട്ട് സഹവർത്തിക്കാൻ, അതായത് വിവിധ മതങ്ങളുമായിട്ട് സമാധാനപരമായിട്ടുള്ള സഹവർത്തിക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുകയും ചെയ്ത ഇന്ത്യയിലെ ഒരു മിക്സ്ഡ് ആയിട്ടുള്ള ഒരു, അതായത് സമ്മിശ്ര സംസ്കാരം കൂടിയാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു ഭക്തി മൂവ്മെൻറ്റിലൂടെ നടന്നിട്ടുണ്ടായിരുന്നത്. സോ പലതരത്തിലുള്ള പാരമ്പര്യങ്ങളും ഇസ്ലാമിനുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ അതെല്ലാം കൂടി മിക്സ് ചെയ്തിട്ടുള്ളൊരു കാര്യം ഇതിനകത്ത് വന്നിട്ടുണ്ട്. സോ കൃഷി, വ്യാപാരം, വളർന്നുകൊണ്ടിരിക്കുന്ന നഗരങ്ങൾ തുടങ്ങി മധ്യകാല സമ്പദ് വ്യവസ്ഥയെയും സാംസ്കാരിക സംഭാവനകളെയും ഒക്കെ തന്നെ ആണ് അടുത്തൊരു സെക്ഷനിൽ ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. സോ ഭക്തി മൂവ്മെൻറ്റ് എന്ന് പറയുന്നത് മധ്യകാല ഇന്ത്യയിലെ ഹിന്ദു മതത്തിലെ ഒരു പുതിയ പ്രസ്ഥാനമായിരുന്നു ഭക്തി. സോ ദൈവഭക്തിയെക്കുറിച്ചിട്ടും ഭക്തനും ദൈവവും തമ്മിലുള്ള ശക്തമായിട്ടുള്ള ഒരു ബന്ധം സൃഷ്ടിക്കുന്നതിനെക്കുറിച്ചുമാണ് ഭക്തി എന്ന് പറയുന്ന ഈ ഒരു പദം സംസ്കൃതത്തിൽ നിന്നാണ് വന്നത്. അപ്പോൾ ഭക്തി എന്ന് പറയുന്നത് എന്താണ്? ഈ ദൈവവും മനുഷ്യനും തമ്മിലുള്ള ഒരു ബന്ധത്തെക്കുറിച്ചിട്ടാണ് ഇതിൽ പറയുന്നത്. സോ അതിൻ്റെ അർത്ഥം പങ്കിടൽ അല്ലെങ്കിൽ പങ്കാളിത്തം എന്നൊക്കെയാണ്. ദൈവവുമായിട്ട് ലയിക്കുക, അഹംഭാവം ഇല്ലാതാക്കിയിട്ട് മോക്ഷം അല്ലെങ്കിൽ മോക്ഷം നേടാൻ പൂർണ്ണമായിട്ടും കീഴടങ്ങുക തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു ഭക്തി എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥവും അല്ലെങ്കിൽ ഭക്തി കൊണ്ട് ഉദ്ദേശിക്കുന്നതും. സോ ഭക്തി എന്നത് തൻ്റെ ഉള്ളിൽ ദൈവത്തെ തിരിച്ചറിയുന്നതിനും ദൈവവുമായിട്ട് ഐക്യപ്പെടുന്നതിനും ഊന്നൽ നൽകുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ഭക്തി പ്രസ്ഥാനത്തെക്കുറിച്ച് ചരിത്രകാരന്മാർക്ക് വ്യത്യസ്ത തരത്തിലുള്ള വീക്ഷണങ്ങളാണ് ഉള്ളത്. ചിലർ ദൈവത്തിന് കീഴടങ്ങുന്നതായിട്ട് കാണുന്നു, മറ്റ് ചിലർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവവുമായിട്ടുള്ളൊരു സ്നേഹബന്ധത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു എന്നാണ് പറയുന്നത്. അങ്ങനെ ദക്ഷിണേന്ത്യൻ സന്യാസിമാർ നമ്മുടെ ശിവനോടും വിഷ്ണുവിനോടുമുള്ള ഒരു സ്നേഹഭക്തി എന്ന് പറയുന്നത് ജനപ്രിയമാക്കി. യാഥാസ്ഥിതികമായിട്ടുള്ള ബ്രാഹ്മണ മതത്തിനും പ്രത്യേകതയ്ക്കുമെതിരെ നിഷേധിക്കുകയും ജൈനരെയും ബുദ്ധമതക്കാരെയും പോലുള്ള അവിശ്വാസികളെ ഇവർ നിരസിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. സോ വിഷ്ണുവിനോടും ശിവനോടുമുള്ള ഒരു സ്നേഹഭക്തി ഇവർ ജനപ്രിയമാക്കുകയും അതുപോലെ യാഥാസ്ഥിതികമായിട്ടുള്ള ബ്രാഹ്മണ മതത്തിനും അതിൻ്റെ പ്രത്യേകതയ്ക്കൊക്കെ എതിരെ നിഷേധിക്കുകയും ജൈനരെയും ബുദ്ധമതത്തിനെയും ഒക്കെ തന്നെ അത്തരത്തിലുള്ള അവിശ്വാസികളെ നിരസിക്കുകയും ഇവർ ചെയ്തു. ദക്ഷിണേന്ത്യയിൽ ബുദ്ധമതത്തിൽ നിന്നും ജൈനമതത്തിൽ നിന്നും ഹിന്ദുമതത്തെ സംരക്ഷിക്കുവാനും ഈ മറ്റ് വൈഷ്ണവ മതവും അതുപോലെ ശൈവ മതവും ഒക്കെ തന്നെ തമ്മിലുള്ളൊരു വിടവ് നികത്താനും ലക്ഷ്യമിട്ടുകൊണ്ട് ആഴ്വർ, നായനാർ തുടങ്ങിയിട്ടുള്ള സന്യാസിമാരിൽ നിന്നാണ് ഈ ഒരു ഭക്തി പ്രസ്ഥാനം ആരംഭിച്ചത്. അപ്പോൾ അത് മറക്കരുത് കേട്ടോ. ജാതി, കുടുംബം, ലിംഗഭേദം തുടങ്ങിയതൊന്നും കണക്കിലെടുക്കാതെ ദൈവത്തോടുള്ള ഭക്തിക്കായിട്ട് അവർ ഭക്തി ഗാനങ്ങളും കവിതകളും ഒക്കെ രചിച്ചിട്ടുണ്ട്. 15-ാം നൂറ്റാണ്ടിൽ ആരംഭിച്ചിട്ടുണ്ടായിരുന്ന ഉത്തരേന്ത്യയിലെ ഭക്തി പ്രസ്ഥാനത്തിന് 2 തരത്തിലുള്ള സ്കൂൾസാണ് ഉണ്ടായിരുന്നത്: രാമഭക്തിയും കൃഷ്ണഭക്തിയും. കഠിനമായിട്ടുള്ള ആചാരങ്ങൾ മുതൽ വൈകാരിക ആലാപനവും നൃത്തവും വരെ ഭക്തിയുടെ വിവിധ രൂപങ്ങളായിരുന്നു. നമുക്കതറിയാം, ഈ സ്തുതിച്ചുകൊണ്ട് പാടുക, സ്തുതിച്ചുകൊണ്ട് നൃത്തം ചെയ്യുക എന്നുള്ള കാര്യങ്ങൾ. കബീറിനെയും ഗുരുനാനാക്കിനെയും പോലുള്ള സന്യാസിമാർ ജാതി വ്യവസ്ഥയെയും വിഗ്രഹാരാധനയെയും ആചാരങ്ങളെയും എതിർക്കുകയും ഐക്യം വേണം, സമത്വം വേണം, ഏകദൈവത്തോടുള്ള ഭക്തി ഇതിനു വേണ്ടിയിട്ട് അവർ വാദിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. മഹാരാഷ്ട്രയിലെ ജ്ഞാനേശ്വർ, നാംദേവ്, ഏകനാഥ്, തുക്കാറാം, ഇന്ത്യയുടെ മറ്റു ഭാഗങ്ങളിലുള്ള രാമനന്ദ, കബീർ, ഗുരുനാനാക്ക്,
ചൈതന്യ, മീരാബായി തുടങ്ങിയിട്ടുള്ള ഭക്തി സന്യാസിമാർ അവരുടെ ടീച്ചിങ്സും രചനകളും ഉപയോഗിച്ചിട്ട് ഈ ഒരു ഭക്തി പ്രസ്ഥാനം എന്ന് പറയുന്നത് പ്രചരിപ്പിക്കുകയാണ്. അങ്ങനെ സാമൂഹികമായിട്ടുള്ള അതിർവരമ്പുകളെ മറികടന്നുകൊണ്ട് സ്നേഹം, ഭക്തി, സമത്വം എന്നിവയിലായിരുന്നു ഇവരുടെയൊക്കെ തന്നെ ഒരു ശ്രദ്ധ എന്ന് നമുക്ക് പറയാൻ വേണ്ടിയിട്ട് പറ്റും. അങ്ങനെ ഈ ഒരു ഭക്തി പ്രസ്ഥാനം എന്ന് പറയുന്നത് ഇന്ത്യൻ സമൂഹത്തിൽ എന്ത് ചെയ്യാണ്, അഗാധമായിട്ടുള്ള ഒരു സ്വാധീനം ചെലുത്തുകയാണ്. ഏകദൈവ വിശ്വാസം എന്ന് പറയുന്നത് അവർ പുനർജീവിപ്പിക്കുകയും ജീവിതത്തിൽ പരിശുദ്ധി വേണം, വിശുദ്ധി വേണം, സ്നേഹം വേണം, ആചാരങ്ങളോടുള്ള ഭക്തി വേണം തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ തന്നെ ഊന്നൽ നൽകുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ വ്യത്യസ്ത പശ്ചാത്തലങ്ങളിൽ നിന്നുള്ള ആളുകൾക്കിടയിൽ ഐക്യവും സമത്വവും ഒക്കെ ഇവർ വളർത്തുകയും ചെയ്തു. ഇതാണ് ഓവറോൾ ആയിട്ട് ഭക്തി മൂവ്മെന്റ് അല്ലെങ്കിൽ ഭക്തി പ്രസ്ഥാനം എന്ന് പറയുന്നത്. ഇനി അടുത്ത നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സൂഫിസത്തെ കുറിച്ചിട്ടാണ്. ഇപ്പൊ നമ്മൾ ഭക്തി മൂവ്മെന്റ് പറഞ്ഞു, ഭക്തി ആരാണ്, ഹിന്ദുക്കൾക്കിടയിൽ വന്നിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. ഇനി സൂഫിസം ഇൻ ഇന്ത്യനെ സംബന്ധിച്ച് ഇസ്ലാമിൻ്റെ നിഗൂഢമാനമായിട്ടുള്ള സൂഫിസം എന്ന് പറയുന്നത് ഇന്ത്യയിലെ സാംസ്കാരികവും ആത്മീയവും സാമൂഹികവുമായിട്ടുള്ള ആ ഒരു നേച്ചറിൽ മായാത്ത മുദ്ര പതിപ്പിച്ചിട്ടുണ്ട് എന്ന് പറയാം. അതിലെന്തൊക്കെയാണ് പഠിപ്പിക്കുന്നത്? സ്നേഹം, ലാളിത്യം, ഭക്തി, ഇതിനൊക്കെ തന്നെ ഊന്നൽ നൽകിയതിലൂടെ സൂഫിസം എന്ന് പറയുന്നത് മതപരമായിട്ടുള്ള ഒരു അതിർവരമ്പുകൾ മറികടന്നുകൊണ്ട് വൈവിധ്യമാർന്ന പാരമ്പര്യങ്ങളുടെയും വിശ്വാസങ്ങളുടെയും സവിശേഷമായിട്ടുള്ള ഒരു സമന്വയം വളർത്തി എന്നാണ് പറയുന്നത്. ഇന്ത്യൻ സമൂഹത്തിൽ സൂഫിസത്തിൻ്റെ ബഹുമുഖ സ്വാധീനം എന്ന് പറയുന്നത് കൂടുതലാണ്. ഇസ്ലാമിൻ്റെ പ്രചരണവും സമ്മിശ്രമായിട്ടുള്ള സംസ്കാരത്തിൻ്റെ രൂപീകരണവും പിന്നെ ഭക്തി പ്രസ്ഥാനത്തിൻ്റെ സ്വാധീനവും ആത്മീയ ആചാരങ്ങളുടെയൊക്കെ തന്നെ ഒരു സമന്വയവും അതുപോലെ സമാധാനവും ഐക്യവും പ്രോത്സാഹിപ്പിക്കൽ ഒക്കെ തന്നെ ഈ ഒരു കാര്യത്തിൽ സൂഫിസം എന്ന് പറയുന്ന ഈ ഒരു പാസേജിനകത്ത് നമ്മൾ സൂചിപ്പിക്കുന്നുണ്ട്. ഇന്ത്യയിൽ ഇസ്ലാം പ്രചരിപ്പിക്കുന്നതിൽ സൂഫിസം ഒരു പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചിട്ടുണ്ട്. ചില ഭരണാധികാരികൾ പ്രയോഗിച്ചിട്ടുണ്ടായിരുന്ന നിർബന്ധിത തന്ത്രങ്ങളിൽ നിന്നും വ്യത്യസ്തമായിട്ട് സൂഫി സന്യാസിമാർ എന്ത് ചെയ്തു വെച്ച് കഴിഞ്ഞാൽ മതപ്രചാരണത്തിന് കൂടുതൽ സമഗ്രവും സമാധാനപരവുമായിട്ടുള്ള സമീപനമാണ് നിർദ്ദേശിച്ചത്. അവരുടെ മാതൃകാപരമായിട്ടുള്ള ജീവിതത്തിലൂടെയും അവരുടെ ടീച്ചിങ്സിലൂടെയും ജാതി, മതം, വംശീയത ഇതിനെക്കുറിച്ചിട്ടൊക്കെ തന്നെ ജീവിതത്തിൻ്റെ എല്ലാവർക്കും, അതായത് ജീവിതത്തിൻ്റെ എല്ലാ തലങ്ങളിലുമുള്ള ആളുകളെ അതിലേക്ക് ആകർഷിക്കാൻ വേണ്ടി തുടങ്ങി. സൂഫി ആശയങ്ങളുടെ ലാളിത്യമാവട്ടെ, സാർവത്രികമായിട്ടുള്ള കാര്യങ്ങളാവട്ടെ, വ്യക്തികൾ എന്ന് പറയുന്നത് സ്വത്വസിദ്ധം, അതായത് ഐഡന്റിറ്റി റിലേറ്റ് ചെയ്തിട്ടുള്ള ആത്മീയ അഭിലാഷങ്ങളെ ആകർഷിക്കുകയും ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ ഇസ്ലാമിന് കുറച്ചുകൂടി വ്യാപനം എന്ന് പറയുന്നത് സുഗമമാക്കുകയും ചെയ്തു. അപ്പോൾ അവരുടെ സിംപ്ലിസിറ്റിയിലൂടെയും അവരുടെ ഓരോ തോട്ട്സിലൂടെയാണ് ആളുകളെ അതിലേക്ക് ആകർഷിക്കുന്നത് അല്ലേ. വൈവിധ്യമാർന്നതും മതപരവും സാംസ്കാരികവുമായിട്ടുള്ള പാരമ്പര്യം എന്ന് പറയുന്നത് ഇന്ത്യയുടെ ഒരു സംസ്കാരം അല്ലെങ്കിൽ മൊത്തത്തിൽ ഇന്ത്യയുടെ ഒരു സമ്പന്നത എന്ന് പറയാം നമുക്കതിനെ അല്ലേ. അപ്പോൾ അങ്ങനെ ഇത്തരത്തിലുള്ള ഈ ഒരു സംസ്കാരത്തിൻ്റെ രൂപീകരണത്തിന് സൂഫിസം സംഭാവന നൽകി. ഏകദൈവ വിശ്വാസം, സ്നേഹം, സാർവത്രികമായിട്ടുള്ള സാഹോദര്യം തുടങ്ങിയവയൊക്കെ തന്നെ സൂഫി നൽകിയ ഊന്നൽ ഇന്ത്യൻ സമൂഹത്തിന് ധാർമ്മികതയുമായിട്ടൊക്കെ തന്നെ റിഫ്ലക്റ്റ് ചെയ്തു. രാജ്യത്തിൻ്റെ സാംസ്കാരിക ഘടനയിലേക്ക് സൂഫി ആദർശങ്ങളെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതൊക്കെ തന്നെ കാരണമായി. അങ്ങനെ ഇതൊക്കെ തന്നെ ഇന്ത്യൻ ജനതയിലേക്ക് എത്തിച്ചേർന്നു. വ്യത്യസ്ത മതാചാരങ്ങൾ ഒത്തൊരുമയോടെ സഹവസിക്കുകയും സാമൂഹിക ഐക്യവും മതപരമായിട്ടുള്ള സഹിഷ്ണുതയും വളർത്തുകയും ചെയ്യുന്ന ഒരു സമന്വയ സംസ്കാരമായിരുന്നു സൂഫിസം കൊണ്ട് അവർ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. സൂഫിസം ഇന്ത്യയുടെ സാംസ്കാരിക ജീവിതത്തിന്, പ്രത്യേകിച്ച് ഇപ്പോൾ ഭാഷയാവട്ടെ, സാഹിത്യമാവട്ടെ, സംഗീതമാവട്ടെ, ഈ മേഖലകളിലൊക്കെ തന്നെ സൂഫിസം കാര്യമായിട്ടുള്ള രീതിയിലുള്ള സംഭാവനകൾ നൽകിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ സ്നേഹവും ഭക്തിയും ആത്മീയ അഭിലാഷം അങ്ങനെയുള്ള ഒരുപാട് കൺസെപ്റ്റുകൾ സൂഫി കവിതകളിൽ ഒക്കെ തന്നെ ഉണ്ടായിരുന്നു. ഈ സൂഫി കവിതകൾ ഉറുദു, ഹിന്ദി, ഡക്കാനി തുടങ്ങിയിട്ടുള്ള ഭാഷകളുടെ ഒരു സാഹിത്യ പാരമ്പര്യത്തെ സമ്പന്നമാക്കി എന്ന് പറയാം. മാത്രമല്ല പലതരത്തിലുള്ള മെലഡികൾ, ഭക്തിഗാനങ്ങൾ ഇതൊക്കെ നിറഞ്ഞിട്ടുണ്ടായിരുന്നു. സൂഫി സംഗീതം ഇന്ത്യൻ സംഗീത പൈതൃകത്തിന് തന്നെ അവിഭാജ്യ ഘടകമായിട്ട് മാറുകയും ചെയ്തു. ക്ലാസിക്കൽ, നാടോടി സംഗീത പാരമ്പര്യങ്ങളെയൊക്കെ തന്നെ സ്വാധീനിക്കുകയും ചെയ്തിട്ടുണ്ട് ഇന്ത്യയിൽ. അങ്ങനെ ഇന്ത്യയിലെ ഈ ഒരു ഭക്തി പ്രസ്ഥാനത്തിൽ സൂഫിസം അഗാധമായിട്ടുള്ളൊരു സ്വാധീനം ചെലുത്തി. സൂഫിസവും ഭക്തി പ്രസ്ഥാനവും ജാതിയുടെയും മതത്തിൻ്റെയും ഒക്കെ തന്നെ ആ ഒരു ബൗണ്ടറീസിനെ മറികടന്ന് ദൈവികത എന്ന് പറയുന്നത്, അതായത് ദൈവത്തോടുള്ള നേരിട്ടുള്ള വ്യക്തിപരമായിട്ടുള്ള അനുഭവത്തിന് ഊന്നൽ നൽകി.
സൂഫിസവും ഭക്തിയും തമ്മിലുള്ള ആ ഒരു മിക്സ്ചർ എന്ന് പറയുന്നത് സാംസ്കാരികമായിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷനും പരസ്പര സമ്പന്നതയ്ക്കും സൗകര്യമൊരുക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. കബീർ, ഗുരുനാനാക്ക് തുടങ്ങിയിട്ടുള്ള ഭക്തി സന്യാസിമാരെ സൂഫി ആശയങ്ങളും ആചാരങ്ങളും ആഴത്തിൽ സ്വാധീനിച്ചു. ആത്മീയ ചിന്തയുടെയും പ്രയോഗത്തിൻ്റെയും ഒരു ക്രോസ് ഫെർട്ടിലൈസേഷനിലേക്ക് നയിച്ചു എന്നാണ് ഇതിലൂടെ പറയുന്നത്. അങ്ങനെ ഹിന്ദു യോഗ പാരമ്പര്യങ്ങളിൽ നിന്ന് ശ്വസന നിയന്ത്രണം, നമുക്കറിയാലോ യോഗയിൽ ശ്വസിക്കുന്നത്, അതായത് ബ്രീത്തിങ് എക്സസൈസസ് ആണല്ലോ അതെല്ലാം. അതുപോലെ സന്യാസ സമ്പ്രദായങ്ങൾ തുടങ്ങി വിവിധ ആത്മീയ സമ്പ്രദായങ്ങൾ സൂഫിസം എന്ത് ചെയ്തു, ഇങ്ങോട്ടേക്ക് കടമെടുത്തു. അപ്പോൾ ഇത്തരത്തിലുള്ള ഈ ഒരു കടമെടുക്കൽ എന്ന് പറയുന്നത് ആ മതപരമായിട്ടുള്ള അതിർവരമ്പുകൾക്കപ്പുറം എന്ത് ചെയ്തു, ആത്മീയമായിട്ടുള്ള ഒരു ആവിഷ്കരണത്തിൻ്റെ പുതിയ രൂപങ്ങളുടെ ആവിർഭാവത്തിലേക്ക് നയിച്ചു. വിവിധ വിശ്വാസങ്ങൾക്കിടയിൽ മൊത്തത്തിൽ ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെ പങ്കിട്ടുണ്ടായിരുന്ന ഒരു ആത്മീയ പൈതൃകമായിരുന്നു എവിടെ, അങ്ങനെ പരസ്പര ബന്ധത്തിൻ്റെയും ഒക്കെ തന്നെ ഒരു ബോധം പ്രോത്സാഹിപ്പിക്കുകയാണ് ചെയ്തത്. സൂഫി സന്യാസിമാർ പ്രാണായാമം, ചില്ലായി മാക്കൂസ് തുടങ്ങിയിട്ടുള്ള ആചാരങ്ങൾ സ്വീകരിക്കുകയും അവരുടെ ആത്മീയ ശിക്ഷണങ്ങളുമായിട്ട് ഇത് സംയോജിപ്പിക്കുകയും ചെയ്തു. അങ്ങനെ പല സമുദായങ്ങൾക്കിടയിലും ഒരു ഐക്യബോധം കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഇതിന് സാധിച്ചു. സൂഫിസം സമാധാനവും ഐക്യവും അതുപോലെ സാർവത്രികമായിട്ടുള്ള സാഹോദര്യം ഒക്കെ തന്നെയാണ്, അത്തരത്തിലുള്ള സന്ദേശങ്ങളാണ് പ്രചരിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. അനുകമ്പ, എല്ലാവരെയും മനസ്സിലാക്കുക തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ സൂഫി സന്യാസിമാരും വാദിച്ചിട്ടുണ്ട്. അങ്ങനെ പല സമുദായങ്ങൾക്കിടയിൽ പരസ്പര സംഭാഷണവും സമാധാനപരമായിട്ടുള്ള ഒരു സഹവർത്തിത്വവും ഒക്കെ തന്നെ വളർത്തി. തങ്ങളുടെ അധ്യാപനങ്ങളിലൂടെയും മാതൃകാപരമായിട്ടുള്ള ജീവിതങ്ങളിലൂടെയും സൂഫി സന്യാസിമാർ യൂണിറ്റി എന്ന് പറയുന്ന ഒരു കാര്യത്തിലേക്ക് എത്തിച്ചു. ഇന്ത്യയിൽ സൂഫിസം നിലനിൽക്കുന്ന പാരമ്പര്യം അതിൻ്റെ ഒരു പലതരത്തിലുള്ള പരിവർത്തനങ്ങളിലൂടെയാണ് വന്നിട്ടുണ്ടായിരുന്നത്. ഇസ്ലാമിനെ പ്രചരിപ്പിക്കുന്നതിൽ അതിൻ്റെ പങ്ക് ഈ ഒരു സൂഫിസത്തിനും കൂടിയുണ്ട്. അപ്പോൾ സാംസ്കാരിക സമൃദ്ധിക്കും ആത്മീയ സമന്വയത്തിനും നൽകിയിട്ടുണ്ടായിരുന്ന സംഭാവനകൾ എന്ന് പറയുന്നത് സൂഫിസം എല്ലാ തരത്തിലുള്ള ബാക്ക്ഗ്രൗണ്ടിലുള്ള ആളുകളെ ഇൻഫ്ലുവൻസ് ചെയ്യുകയും റിഫ്ലക്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. മതപരമായിട്ടുള്ള കലഹങ്ങൾ അല്ലെങ്കിൽ ഭിന്നതകൾ അങ്ങനെയൊക്കെ നിറഞ്ഞുകൊണ്ടിരുന്ന ഒരു യുഗത്തിൽ സൂഫിസം പ്രചരിപ്പിക്കുന്നതിലൂടെ സ്നേഹം, സഹിഷ്ണുത, ഐക്യം തുടങ്ങിയിട്ടുള്ള കാലാതീതമായിട്ടുള്ള ഒരു സന്ദേശമൊക്കെയാണ് അതിനകത്ത് കൊടുത്തത്. അപ്പോൾ വളരെയധികം പ്രസക്തവും സുപ്രധാനമാണ് സൂഫിസം അന്നത്തെ കാലഘട്ടത്തിൽ എന്ന് പറയാം. ഇനി നമുക്കിതിനകത്ത് പറയാനുള്ളത് മെഡീവൽ എക്കോണമി ആൻഡ് കൾച്ചറൽ കോൺട്രിബ്യൂഷൻസിനെ കുറിച്ചിട്ടാണ്. ഇപ്പോൾ സൂഫിസവും ഭക്തി മൂവ്മെൻറ്റും നിങ്ങൾക്ക് ക്ലിയറായി. ഒന്ന് ഹിന്ദു റിലേറ്റ് ചെയ്തിട്ട് ഒന്ന് ഇസ്ലാം റിലേറ്റ് ചെയ്തിട്ടാണ്. ബാക്കി ഇവർ പ്രൊമോട്ട് ചെയ്തതൊക്കെ തന്നെ പീസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇനി മെഡീവൽ എക്കോണമി ആൻഡ് കൾച്ചറൽ കോൺട്രിബ്യൂഷൻസിൽ നമ്മൾ മധ്യകാലഘട്ടത്തിലുണ്ടായിരുന്ന ഒരു ഗ്രാമീണ സമ്പത്ത് വ്യവസ്ഥ എന്ന് പറയുന്നത് ഇന്ത്യൻ സമൂഹത്തിൻ്റെ ഒരു നട്ടെല്ലായിരുന്നു. അപ്പോൾ ഈ ഒരു ഗ്രാമങ്ങളിൽ ഭരണത്തിൻ്റെയും ഉൽപ്പാദനത്തിൻ്റെയും ഒക്കെ തന്നെ ബേസായിട്ട് പ്രവർത്തിച്ചു വരികയാണ്. അപ്പോൾ ഈ ഒരു എസ്സേക്കകത്ത് നമ്മൾ പറയുന്നത് ഈ ഒരു മധ്യകാല ഇന്ത്യയിൽ നിലനിന്നിരുന്ന ഗ്രാമീണ സമ്പദ് വ്യവസ്ഥയെയും കാർഷിക സമ്പദ് വ്യവസ്ഥയെയും അതിനെക്കുറിച്ച് റിസർച്ച് ചെയ്യും. അവിടുത്തെ പ്രൊഡക്ഷൻ, സാമൂഹിക ഘടന, റവന്യൂവിൻ്റെ റിലേറ്റ് ചെയ്തിട്ടുള്ള അഡ്മിനിസ്ട്രേഷൻ തുടങ്ങിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളെക്കുറിച്ചിട്ടാണ് മെഡീവൽ എക്കോണമി ആൻഡ് കൾച്ചറൽ കോൺട്രിബ്യൂഷനകത്ത് പറയുന്നത്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് റൂറൽ എക്കോണമിയാണ്. അപ്പോൾ റൂറൽ എക്കോണമി എന്ന് പറയുമ്പോൾ നമ്മുടെ ഗ്രാമീണ സമ്പദ് വ്യവസ്ഥയെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ മിക്കപ്പോഴും 200 മുതൽ 300 വരെ കഴിവുള്ള പുരുഷന്മാർ ഉൾപ്പെടുന്ന ഗ്രാമങ്ങളായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. അപ്പോൾ ഒരു കാർഷിക സമൂഹങ്ങളായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. അവിടെ കാർഷിക ഉൽപ്പന്നങ്ങളും കരകൗശല വസ്തുക്കളും അതുപോലെ പ്രാദേശികമായിട്ട് കൈമാറ്റം ചെയ്യപ്പെട്ടിട്ടുണ്ട്. പിന്നെ അയഗർ സമ്പ്രദായം തുടങ്ങിയിട്ടുള്ള പരമ്പരാഗതമായിട്ടുള്ള സേവനങ്ങൾ സാധാരണമായതിനാൽ ഗ്രാമങ്ങൾക്കുള്ളിൽ തൊഴിൽ, സാമൂഹിക ബന്ധങ്ങൾ ഇതൊക്കെ തന്നെ സംഘടിപ്പിക്കുന്നതിൽ ഈ ജാതി വിഭജനങ്ങൾ ഒരു പ്രധാന പങ്ക് വഹിച്ചു. നമുക്കറിയാം ഒരു ജാതിയിലുള്ള ആൾക്കാർ ഇന്ന ജോലി മാത്രം ചെയ്യാമെന്നുള്ളൊരു സാധനം ഉണ്ടായിരുന്നല്ലോ, അതാണ് ഇതിൽ പറയുന്നത്. അപ്പോൾ ഗ്രാമീണ സമൂഹത്തിൽ സമീന്ദാർമാർ, ചെറുകിട സർക്കാർ ഉദ്യോഗസ്ഥർ, സമ്പന്നരായിട്ടുള്ള കർഷകർ, പ്രാദേശികരായിട്ടുള്ള വ്യാപാരികൾ ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇവരാണ് പണമിടപാടുകളും അതുപോലെ തന്നെ കാര്യങ്ങളും ചെയ്തിട്ടുണ്ടായിരുന്നത്. കരകൗശല തൊഴിലാളികളുണ്ടായിരുന്നു, ഗ്രാമീണ തൊഴിലാളികളുണ്ടായിരുന്നു. ഇതൊക്കെ തന്നെ ഉൾപ്പെട്ടിട്ടുണ്ടായിരുന്ന ഒരു സാമൂഹിക ഗ്രൂപ്പുകളായിരുന്നു റൂറൽ എക്കോണമിക്കകത്ത് ഉണ്ടായിരുന്നത്. അവിടുത്തെ അഗ്രികൾച്ചറൽ പ്രാക്ടീസസ് എന്ന് പറയുന്നത് ഗോതമ്പ്, അരി, ജോവർ, ചോളം, ബജ്ര, പയർ, എണ്ണക്കുരുക്കൾ, പരുത്തി, നിലം, കരിമ്പ് ഇതൊക്കെയായിരുന്നു അവിടെ കൃഷി ചെയ്തിട്ടുണ്ടായിരുന്നത്. പലതരത്തിലുള്ള പയർ വർഗ്ഗങ്ങൾ ഇതൊക്കെ തന്നെ അവിടെ കൃഷി ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഗ്രാമീണ വ്യവസ്ഥയുടെ ഒരു നട്ടെല്ല് എന്ന് പറയുന്നത് കാർഷിക മേഖലയാണ്. പിന്നെ പരുത്തി, തുണി ഉൽപ്പാദനം തുടങ്ങിയിട്ടുള്ള കാർഷികേതര പ്രവർത്തനങ്ങളും മൺപാത്രം, മരപ്പണി, സ്പിന്നിങ്, നെയ്ത്ത് തുടങ്ങിയിട്ടുള്ള പിന്നെ കരകൗശല വസ്തുക്കളും ഒക്കെ
തന്നെ ഗ്രാമീണ സമ്പദ് വ്യവസ്ഥയ്ക്ക് സംഭാവന നൽകി. ഇത് നമുക്ക് പലതരത്തിലുള്ള ചന്തകൾ ഉണ്ടാവും. അതായത് ഇപ്പോൾ പ്രതിവാരത്തിലോ അല്ലെങ്കിൽ ദ്വൈവാരത്തിലോ, അതായത് ആഴ്ചകളിലോ രണ്ടാഴ്ച കൂടുമ്പോഴൊക്കെ തന്നെ ചന്തകൾ ഉണ്ടാകുമ്പോൾ ഗ്രാമവാസികൾ ഉൽപ്പാദിപ്പിക്കുന്ന ചരക്കുകൾ അവിടെയാണ് കൈമാറ്റം ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇനി അവിടുത്തെ അഗ്രികൾച്ചറൽ സിസ്റ്റംസ് എന്താണെന്ന് നോക്കാം. മുഗൾ സമ്പദ് വ്യവസ്ഥ പ്രൈമറി ആയിട്ട് ചിന്തിച്ചിട്ടുണ്ടായിരുന്നത് കാർഷിക മേഖലയെ കുറിച്ചിട്ടായിരുന്നു. അപ്പോൾ ഭൂനികുതി എന്ന് പറയുന്നത് അവിടുത്തെ സ്റ്റേറ്റിൻ്റെ മെയിൻ ആയിട്ടുള്ള ഒരു റവന്യൂ ആയിട്ട് മാറ്റി. അപ്പോൾ ഭൂനികുതി കണക്കാക്കുന്നതിനും ശേഖരിക്കുന്നതിനുമായിട്ട് ബത്തായ്, കൻകൂട്ട്, സാപ്ത, നാസക് തുടങ്ങിയിട്ടുള്ള വിവിധ കാർഷിക സംവിധാനങ്ങൾ അവിടെ നടപ്പിലാക്കിയിട്ടുണ്ടായിരുന്നു. വിള പങ്കിടലും അതുപോലെ തന്നെ മെതിക്കുന്ന തറയിൽ വിള വിഭജിക്കാനൊക്കെ തന്നെ അനുവദിച്ചിട്ടുണ്ടായിരുന്നു. അതേസമയം അളന്ന ഭൂമിയിൽ ഉപയോഗിക്കുന്ന, അതായത് പ്രയോഗിക്കുന്ന വിള നിരക്കിനെ അടിസ്ഥാനമാക്കിയിട്ട് വരുമാനം വിലയിരുത്തുകയും അതിനെയാണ് കാൻകൂട്ട് എന്ന് പറയാം കേട്ടോ. അതായത് മറ്റേ ബത്തായി എന്ന് വെച്ച് കഴിഞ്ഞാൽ വിള പങ്കിടുകയാണ്, അതായത് കിട്ടുന്ന പ്രൊഡ്യൂസ് ചെയ്ത് കിട്ടുന്ന സാധനത്തിന് നമ്മൾ പങ്കിടുന്നു. കാൻകൂട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്ര ഇവർക്ക് സ്ഥലമുണ്ട്, ഇത്ര സ്ഥലത്തിന് ഇത്ര വിളയുണ്ടാവും, അതിനനുസരിച്ചിട്ട് അവരുടെ വരുമാനം നിശ്ചയിച്ചിട്ട് കാൻകൂട്ട് കൊടുക്കുന്നു. സാബിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അളവ് അടിസ്ഥാനമാക്കിയിട്ടാണ്. അതായത് ഭൂമിയുടെ അളവെടുത്തിട്ട് വിളയുടെ നിരക്ക് അടിസ്ഥാനമാക്കിയിട്ട് പണം വരുമാനമായിട്ട് നിശ്ചയിക്കുകയാണ്. 10 വർഷ കാലയളവിൽ ഉൽപാദനക്ഷമതയിലും വിലയിലും ഒക്കെ തന്നെ കുറച്ച് വേരിയേഷൻസ് വരും. ഇതൊക്കെ തന്നെ കണക്കിലെടുത്തിട്ട് നമ്മൾ ഈ വരുമാനം റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളിലൊക്കെ തന്നെ ഒരു ചേഞ്ചസ് വരും. പിന്നെ മധ്യകാല ഇന്ത്യയിലെ ഗ്രാമീണ സമ്പദ് വ്യവസ്ഥയും കാർഷിക സമ്പദ് വ്യവസ്ഥയും ഒക്കെ തന്നെ ഒരു നമുക്ക് മൊത്തത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ കർഷകരുടെ ആധിപത്യമായിരുന്നു അവിടെ. സാമൂഹികമായിട്ടുള്ള ഒരു ശ്രേണീകരണം, റവന്യൂ ഭരണം, ഇതൊക്കെ തന്നെ അവിടുത്തെ സവിശേഷതകളായിരുന്നു. കാർഷിക ഉൽപ്പാദനത്തിൻ്റെ അല്ലെങ്കിൽ വിനിമയത്തിൻ്റെ കേന്ദ്രങ്ങളായിട്ട് ഗ്രാമങ്ങൾ പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഭൂനികുതി ശേഖരണം അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ വിവിധ കാർഷിക സംവിധാനങ്ങളൊക്കെ തന്നെ ഈ ഒരു ഭൂനികുതി ശേഖരണമാണ് നിയന്ത്രിച്ചിട്ടുണ്ടായിരുന്നത്. ഗ്രാമീണ സമ്പദ് വ്യവസ്ഥയുടെയും കാർഷിക വ്യവസ്ഥകളുടെയും ഒക്കെ തന്നെ ആ ഒരു ചലനം എന്ന് മനസ്സിലാക്കുന്നത് മധ്യകാല ഇന്ത്യൻ സമൂഹത്തിൻ്റെ സാമൂഹികവും സാമ്പത്തികവുമായിട്ടുള്ള ഘടനകളെക്കുറിച്ച് വിലപ്പെട്ട ഉൾക്കാഴ്ചകൾ നൽകുന്നു. അപ്പോൾ ഇതാണ് കാർഷിക സമ്പദ് വ്യവസ്ഥകൾ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അവിടുത്തെ ഉണ്ടായിരുന്ന അഗ്രികൾച്ചറൽ സിസ്റ്റംസ് എന്ന് പറയുന്നത്. അപ്പോൾ എങ്ങനെയാണ് അവിടെ ഭൂനികുതി പങ്കിട്ടെടുത്തിട്ടുണ്ടായിരുന്നത്, അവരെ എങ്ങനെയാണ് നികുതി കൊടുക്കാൻ വേണ്ടിയിട്ട് തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മളിതിൽ പറഞ്ഞത്. സോ ഈ ഒരു മധ്യകാല ഇന്ത്യയിലെ അർബനൈസേഷനെ കുറിച്ചിട്ടാണ് ഡിസ്കസ് ചെയ്യുന്നത്. സോ നഗരവൽക്കരണം എന്ന് പറയുന്നത് മധ്യകാല ഇന്ത്യയിൽ വളരെ വേഗം വ്യാപിച്ചു എന്ന് പറയാൻ വേണ്ടി പറ്റും. ഖസ്ബകൾ, ഷഹറുകൾ എന്ന് വിളിക്കപ്പെടുന്ന പലതരത്തിലുള്ള പുതിയ പട്ടണങ്ങളും നഗരങ്ങളും ഒക്കെ തന്നെ സ്ഥാപിക്കുന്നതിലേക്ക് ഈ ഒരു കാര്യം നയിച്ചു എന്നാണ് പറയുന്നത്. രാഷ്ട്രീയപരമായിട്ടുള്ള മാറ്റങ്ങളാവാം, ഇസ്ലാമിൻ്റെ വ്യാപനമാവാം, പിന്നെ ഭൂമിശാസ്ത്രപരമായിട്ടുള്ള നേട്ടങ്ങൾ തുടങ്ങിയ ഘടകങ്ങളൊക്കെ തന്നെ ഇത്തരത്തിലുള്ള നഗരങ്ങളുടെ വളർച്ചയ്ക്ക് കാരണമായി. ഖസ്ബകൾ ഗ്രാമങ്ങളെക്കാൾ വലുതായിരുന്നുവെങ്കിലും പട്ടണങ്ങളെക്കാൾ ചെറുതായിരുന്നു. പലപ്പോഴും ഇത്തരത്തിലുള്ള ഖസ്ബകളിൽ ഗ്രാമീണ സ്വാധീനം ഉണ്ടായിരുന്നു എന്ന് പറയാം. ഒരു കേന്ദ്രീകൃത ഭരണം, വ്യാപാരം, വ്യവസായം ഇവയുടെ ഒക്കെ തന്നെ ഒരു കോമ്പാക്റ്റ് ആയിട്ടുള്ള നഗരങ്ങളായിരുന്നു ഷഹറുകൾ എന്ന് പറയുന്നത്. പ്രധാന നഗര കേന്ദ്രങ്ങളിൽ ലാഹോർ, ആഗ്ര, ഡൽഹി എന്നിവയൊക്കെയാണ് ഉൾപ്പെടുക. അതേസമയം ആഭ്യന്തരമായും അന്തർദേശീയമായിട്ടും വ്യാപാരം അഭിവൃദ്ധി പ്രാപിച്ചിട്ടുണ്ട്. ഇപ്പോൾ സമുദ്രമാർഗങ്ങളിലൂടെ ഒക്കെ തന്നെ ട്രേഡ് എന്ന് പറയുന്നത് കൂടുതലായിരിക്കുന്ന ഒരു സാഹചര്യം ആ ഒരു കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു. അപ്പോൾ ഹിന്ദു, മുസ്ലിം, ജൈന, പാഴ്സി തുടങ്ങിയിട്ടുള്ള വിവിധ വ്യാപാര സമൂഹങ്ങൾ വ്യാപാരത്തിൽ പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചു. സുൽത്താനേറ്റ്, മുഗൾ, പ്രാദേശിക രാജവംശങ്ങൾ തുടങ്ങി വ്യത്യസ്ത ഭരണാധികാരികളുടെ കീഴിൽ വ്യത്യസ്തമായിട്ടുള്ള ശൈലികളാണ് ഉയർന്നു വന്നിട്ടുണ്ടായിരുന്നത്. സോ വാസ്തുവിദ്യയും ഈ ഒരു കാലയളവിൽ അഭിവൃദ്ധി പ്രാപിച്ചു എന്ന് പറയാൻ വേണ്ടി പറ്റും. മുഗൾ വാസ്തുവിദ്യ എന്ന് പറയുന്നത് പ്രത്യേകിച്ച് നമ്മുടെ ഷാജഹാൻ്റെ കീഴിൽ ലോകമെമ്പാടും ആഘോഷിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു. താജ്മഹൽ പോലുള്ള ഐതിഹാസിക നിർമ്മിതികൾ ഈ ഒരു കാലഘട്ടത്തിൻ്റെ വാസ്തുവിദ്യ വൈദഗ്ധ്യത്തെയാണ് പ്രതീകപ്പെടുത്തുന്നത്. കൂടാതെ മുഗൾ കാലഘട്ടത്തിൽ ശാസ്ത്രത്തിലും സാങ്കേതിക വിദ്യയിലും അതുപോലെ പുരോഗതി ഉണ്ടായിട്ടുണ്ട് കേട്ടോ. അക്ബറിനെ പോലുള്ള ഭരണാധികാരികൾ വിവിധ ശാസ്ത്രങ്ങളുടെ പഠനവും പ്രയോഗവും ഒക്കെ തന്നെ പ്രൊമോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. വാട്ടർ ലിഫ്റ്റിംഗ് ടെക്നിക്കുകൾ, തോക്കുകൾ തുടങ്ങിയിട്ടുള്ള നൂതന കണ്ടുപിടുത്തങ്ങളൊക്കെ തന്നെ ഈ ഒരു കാലഘട്ടത്തിൽ ഉയർന്നു വന്നിട്ടുണ്ടായതായിരുന്നു. ഇനി ഈ ഒരു മെഡീവൽ ഇന്ത്യയിലെ അർബനൈസേഷനും ട്രേഡും ആർക്കിടെക്ചറും സയൻസും ഒക്കെ തന്നെ എങ്ങനെയായിരുന്നു എന്നാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ നഗരവൽക്കരണം എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു മധ്യകാല ഇന്ത്യയിലെ നഗരവൽക്കരണത്തിൽ വർധനവ് ഉണ്ടായിട്ടുണ്ട്. ഖസ്ബകളും ഷഹറുകളൊക്കെ തന്നെ അറിയപ്പെടുന്ന പുതിയ പട്ടണങ്ങളും നഗരങ്ങളൊക്കെ തന്നെ സ്ഥാപിച്ചിട്ടുണ്ട്. പുതിയ തരത്തിലുള്ള പൊളിറ്റിക്കൽ പവേഴ്സിൻ്റെ, അതായത് സുൽത്താനേറ്റ്, മുഗളന്മാർ ഇവരുടെയൊക്കെ തന്നെ ആവിർഭാവം ഇസ്ലാമിൻ്റെ വ്യാപനത്തിന് കാരണമായി തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളുണ്ട്. ഖസ്ബകൾ എന്ന് പറയുന്നത് ഗ്രാമങ്ങളെക്കാൾ വലുതും പട്ടണങ്ങളെക്കാൾ ചെറുതുമായിരുന്നു. അതേസമയം ഷഹറുകൾ കേന്ദ്രീകൃത ഭരണവും വ്യാപാരവും ഉള്ള ഒതുക്കമുള്ള ഒരു നഗരങ്ങളായിരുന്നു.
അവിടുത്തെ ട്രേഡ് എന്ന് പറയുന്നത് ഈ ഒരു കാലയളവിൽ ആഭ്യന്തരമായും അന്തർദേശീയമായിട്ടും വ്യാപാരം എന്ന് പറയുന്നത് വർദ്ധിച്ചിട്ടുണ്ടായിരുന്നു, അഭിവൃദ്ധി പ്രാപിച്ചിട്ടുണ്ടായിരുന്നു. ഈ ആഭ്യന്തര വ്യാപാരത്തിൽ ഗ്രാമങ്ങളും പ്രാദേശികമായിട്ടുള്ള വിപണികളും മെട്രോപൊളിറ്റൻ പട്ടണങ്ങളും ഒക്കെ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് തമ്മിലുള്ള ഒരു വിനിമയമായിരുന്നു ഈ ഒരു കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നത്. പിന്നെ സാഹുകൾ, മോദിമാർ, സറഫ് തുടങ്ങിയിട്ടുള്ള വ്യാപാരികൾ കൊണ്ടുപോകുന്ന വൻതോതിലുള്ള ചരക്കുകളാണ് ദീർഘദൂരത്തിലേക്കുള്ള വ്യാപാരം കൈകാര്യം ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ വിദേശ വ്യാപാരത്തിൻ്റെ റൂട്ടുകൾ ഇന്ത്യയും പശ്ചിമേഷ്യയും ആഫ്രിക്കയും മധ്യേഷ്യയും ചൈനയും തുടങ്ങിയ പ്രദേശങ്ങളുമായിട്ടൊക്കെ തന്നെ ഒരു ബന്ധമുണ്ടായിരുന്നു. തുണിത്തരങ്ങൾ, സുഗന്ധവ്യഞ്ജനങ്ങൾ, വിലയേറിയ കല്ലുകളൊക്കെ തന്നെ അങ്ങനെയുള്ള ഇത്തരത്തിലുള്ള കമ്മോഡിറ്റീസിൻ്റെ കൈമാറ്റം ഈ ഒരു കാലഘട്ടത്തെ സുഗമമാക്കി എന്നാണ് പറയുന്നത്. തേർഡ് വണ്ണിൽ പറയുന്നത് അവിടുത്തെ വാസ്തുവിദ്യയെ കുറിച്ചിട്ടാണ്. സുൽത്താനേറ്റ് കാലഘട്ടത്തിൽ ചുവന്ന മണൽ കല്ലുകൾ ഉപയോഗിച്ചിട്ട് പള്ളികളും കോട്ടകളും നിർമ്മിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത്തരത്തിൽ സങ്കീർണമായിട്ടുള്ള രൂപകൽപ്പനകൾ അവർ അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ മാർബിള്, അതിൻ്റെ ഒരു വാസ്തുവിദ്യയും വിപുലമായിട്ടുള്ള അലങ്കാരങ്ങളും ഒക്കെ തന്നെ പ്രദർശിപ്പിക്കുന്ന താജ്മഹൽ, ചെങ്കോട്ട തുടങ്ങിയിട്ടുള്ള ഒരുപാട് മഹത്തായിട്ടുള്ള നിർമ്മിതികൾക്ക് പേര് കേട്ടിട്ടുണ്ടായിരുന്ന കാലഘട്ടമായിരുന്നു ആരുടേത്? മുഗൾ എന്ന് പറയുന്നത്. പിന്നെ അവിടുത്തെ ശാസ്ത്രവും സാങ്കേതിക വിദ്യയെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ അക്ബറിനെ പോലുള്ള ഭരണാധികാരികൾ ഗണിതശാസ്ത്രം, ജ്യോതിശാസ്ത്രം, വൈദ്യശാസ്ത്രം തുടങ്ങിയിട്ടുള്ള വിഷയങ്ങളുടെയൊക്കെ തന്നെ പഠനങ്ങളെ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുപോലെ ഗണിതശാസ്ത്രം, ജ്യോതിശാസ്ത്രം തുടങ്ങിയിട്ടുള്ള മേഖലകളിൽ ഇന്ത്യൻ പണ്ഡിതന്മാർ ഒരുപാട് തരത്തിലുള്ള സംഭാവനകൾ നൽകിയിട്ടുണ്ട്. പിന്നെ ഈ കപ്പലിൻ്റെ ഒട്ടകം തുടങ്ങിയിട്ടുള്ള പലതരത്തിലുള്ള സ്ക്രൂ പോലുള്ള കാര്യങ്ങളൊക്കെ തന്നെ കണ്ടുപിടുത്തങ്ങൾ ഈ ഒരു സമയത്താണ് കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ നഗരവൽക്കരണം, വ്യാപാരം, വാസ്തുവിദ്യ, ശാസ്ത്രം ഇതിലൊക്കെ തന്നെ പലതരത്തിലുള്ള സംഭവ വികാസങ്ങൾ മധ്യകാല ഇന്ത്യയിൽ ഒരുപാട് തരത്തിലുള്ള ഒരു പുതിയൊരു നേച്ചർ, സാംസ്കാരികവും സാമൂഹികവുപരമായിട്ടുള്ള രീതിയിൽ ഒരു പുതിയ തരത്തിലുള്ള ഇന്ത്യയെ ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് കാരണമായി എന്ന് കൂടിയാണ് പറയുന്നത്. അപ്പോൾ ഇതാണ് മെഡീവൽ ഇന്ത്യയുടെ അർബനൈസേഷനും ട്രേഡും ആർക്കിടെക്ചറും സയൻസും ഒക്കെ തന്നെ എന്ന് പറയുന്നത്. ഇതാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ ഓവറോൾ ആയിട്ട് പഠിക്കാനുള്ളത്. റിലീജിയസ് ഐഡിയാസും എക്കോണമിയും അതിൻ്റെ കൾച്ചറൽ കോൺട്രിബ്യൂഷൻസും മെഡീവൽ ഇന്ത്യയിൽ എങ്ങനെയായിരുന്നു എന്നാണ് ഈ ഒരു ചാപ്റ്ററിനകത്ത് നമ്മൾ ഓവറോൾ ആയിട്ട് ഡിസ്കസ് ചെയ്തത്.